Dear students, which of the following is not the classical sign of Van der Hoof syndrome? Blue sclera, cyanosis, pathological fracture, otosclerosis. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് ഒരു ന്യൂമോണിക്സ് വെച്ചാണ്. സോപ്പ് എന്നുള്ളതാണ് ആ ന്യൂമോണിക്സ്. SOP സ്ക്ലീറ ബ്ലൂ എന്നുള്ള രീതിയിലാണ് ഓർക്കേണ്ടത്. അത് പിന്നീട് കാറ്ററാക്റ്റിലേക്ക് ലീഡ് ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. O മീൻസ് ഓട്ടോസ്ക്ലീറോസിസ് ആണ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. P മീൻസ് പതോളജിക്കൽ ഫ്രാക്ചറാണ്. അപ്പോൾ ഇത് ഒരു ഓട്ടോസോമൽ റെസസീവ് ഡിസീസാണ്. ജനിക്കുമ്പോൾ തന്നെ കുട്ടികൾ കാണുന്ന ഒരു രോഗമാണ്. 1,00,000-1 എന്നുള്ള രീതിയിൽ തന്നെ വളരെ റെയറായിട്ടുള്ള ഒരു ഡിസീസാണ്. ഇത് പതുക്കെ മറ്റ് സിസ്റ്റത്തെ ബാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. പ്രധാനമായിട്ടും ബോണിനെ ബാധിക്കുന്നു, അത് പതോളജിക്കൽ ഫ്രാക്ചറിലേക്ക് ലീഡ് ചെയ്യുന്നു. അതേപോലെ നെഫ്രോകാൽസിനോസിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. എന്ന് പറയുമ്പോൾ റീനൽ സിസ്റ്റത്തിൽ കാൽസ്യം ട്രാപ്പ് ചെയ്യപ്പെടുന്നു, അത് സ്റ്റോൺ പോലുള്ള കാര്യങ്ങൾ ഫോം ചെയ്യുന്നതിന് കാരണമാകുന്നു. അങ്ങനെ സിസ്റ്റത്തെ മൾട്ടി സിസ്റ്റത്തിലേക്ക് ബാധിച്ചു വരുന്ന ഒരു രോഗമാണിത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ക്ലാസിക്കൽ സൈനും അല്ലാത്തതും വെച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി പ്രധാനമായിട്ടും പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പല ആൾക്കാരും പഠിച്ച് തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ അവർ പല തരത്തിലുള്ള അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ നമ്മളൊരു ക്ലാസ് കേൾക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും മനസ്സിലേക്ക് വരേണ്ട ഒരു കാര്യം, ആ ക്ലാസ്സിൽ 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, നമ്മൾ കൺസെപ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്. എന്താണ് അതിൻ്റെ ഉള്ളിലുള്ള കൃത്യമായ കാര്യം എന്നുള്ള കാര്യം മനസ്സിലാക്കിയെടുക്കണം. അത് കാര്യകാരണസഹിതം മനസ്സിലാക്കിയെടുക്കണം. രണ്ടാമത്തെ കേസ് ബൈഹാർട്ട് ചെയ്യാനുള്ളതാണ്. ഈ 2 കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തതാണ് ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ റെക്കോർഡ് വീഡിയോ കേൾക്കുന്ന സമയത്ത് ഈ 2 കാര്യങ്ങളും ഉണ്ടാവും. ഇതിനകത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ജസ്റ്റ് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് വെച്ചോ മറ്റു കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് നിങ്ങൾ ഈ ബൈഹാർട്ട് ചെയ്യേണ്ട സംഭവങ്ങൾ, കാണാതെ പഠിക്കേണ്ട കാര്യങ്ങൾ അങ്ങ് വിട്ടേക്കുമോ. അതിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കണ്ട. അത് ഇത്തിരി ഇരുന്ന് അതിന് ഞാൻ ഈ പറയുന്ന രീതിയിൽ എന്തെങ്കിലും മെമ്മറി ടെക്നിക്സോ കണക്ഷൻസോ അല്ലെങ്കിൽ ന്യൂമോണിക്സോ ഡെവലപ്പ് ചെയ്ത് പഠിക്കുന്നതായിരിക്കും ഉത്തമം. അല്ല, കൺസെപ്റ്റ് മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ വീണ്ടും ആവർത്തിച്ച് കേൾക്കുമ്പോൾ അത് മനസ്സിലാവും. പക്ഷേ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട കൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് അടുത്തൊരു ഡയറി വെച്ചിട്ട് ആ ഡയറിയിൽ അതിൻ്റെ കൺസെപ്റ്റ് മലയാളത്തിൽ തന്നെ എഴുതി വെക്കുക. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ റിവിഷൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഈ കൺസെപ്റ്റ് ആ മലയാളത്തിൽ നിങ്ങൾ ഉൾക്കൊള്ളിച്ച് വെച്ചിരിക്കുന്ന കാര്യം പിന്നീട് എപ്പോഴെങ്കിലും എടുത്ത്, ഇപ്പോൾ CNSുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് കരുതുക, അപ്പോൾ അത് ഒരു 10-25 കൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടി. അത് നിങ്ങൾക്കൊരു 5 മിനിറ്റ് കൊണ്ട് റിവൈസ് ചെയ്യാൻ പറ്റുന്ന ലെവലിലേക്ക് അത് ചുരുങ്ങും. എപ്പോഴും നമ്മൾ പഠിക്കുമ്പോൾ ആദ്യമായിട്ട് പഠിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് റിവിഷൻ എളുപ്പമാക്കുന്ന രീതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു വെക്കാമോ അതെല്ലാം ചെയ്തു വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിൽ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ദെൻ രണ്ടാമത്, ബൈഹാർട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, ഇപ്പോൾ ഒരു സയൻറ്റിസ്റ്റിൻ്റെ പേര് പഠിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രിൻസിപ്പിൾ പഠിക്കണം, അല്ലെങ്കിൽ ലിസ്റ്റ് ഓഫ് കണ്ടൻറ്റ് പഠിക്കണം. ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കേട്ട് മനസ്സിലാക്കി വെക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ അതിൻ്റെ ന്യൂമോണിക്സ് പഠിപ്പിച്ചു. അപ്പോൾ അതിനു വേണ്ടി നമ്മളൊരു ഒരു ന്യൂമോണിക്സ് പെട്ടെന്ന് കേട്ടങ്ങ് മനസ്സിലാക്കിയെടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ അത് നമുക്ക് സമയമെടുത്ത് എഴുതി പഠിക്കാം. അപ്പോൾ വെറുതെ ഓടിച്ചിട്ട് കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ഇത്തരത്തിലുള്ള കൺസെപ്റ്റുകൾ ഫോക്കസ് ചെയ്ത് മനസ്സിലാക്കി അടുത്തൊരു ഡയറി വെച്ച് അതിൻ്റെ ഇടയിൽ എഴുതി വെക്കാൻ കൂടി തയ്യാറായി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ടോപ്പിക്ക് കവർ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇരുന്ന് പഠിക്കേണ്ട കാര്യങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളാണ്. അല്ലാതെ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴും അല്ലാതെ മറ്റു കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇത്തരത്തിലുള്ള കൺസെപ്റ്റുകൾ വീണ്ടും ആവർത്തിച്ച് കേട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.